എന്താ പാടത്ത് ആലോചിച്ച് നിൽക്കണങ്ങള്? അല്ലേ, ഇതൊക്കെ മുമ്പ് ഞങ്ങൾ പന്ത് കളിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പഴല്ല ടർഫും ഗർഫും ഒക്കെ വന്നേ. അന്നൊക്കെ ഞങ്ങൾ കളിക്കാർ വരുന്നതിന് മുന്നേ ഈ പന്ത് മോൾക്കടിച്ച് കളിക്കണ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ ഇവരെല്ലാരും അടിച്ച് അവസാനം ഞാനൊരടി അടിച്ച് പിടിച്ച് ഒറ്റ അടിയാ. പന്ത് മോൾക്ക് പോയിട്ട് ഒരു വിവരവും ഇല്ല. പന്ത് ഒഴിവാക്കിയ കൂട്ടി ഞങ്ങള്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ട്രൗസർ കീസെന്ന് ഫോൺ ഇങ്ങനെ ബെല്ലടിക്കണ്. അതിൽ ഞാൻ എടുത്തു നോക്കുമ്പോ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾ അടിച്ച പന്ത് ഞങ്ങൾ ഇന്ത്യൻ എയർലൈൻസിന്റെ പൈലറ്റ് പിടിച്ചു വെച്ചാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്നെ അടിച്ചെന്ന് എങ്ങനെ നിങ്ങൾക്ക് തെളിവ് കിട്ടിയത്? അപ്പൊ ഓല് ലോകത്തിൽ ഇത്ര ഉയരത്തിൽ അടിക്കാനുള്ള ആളുണ്ടെങ്കിൽ നിങ്ങൾ ഗുൽമാൽ ഭാസ്കർ തന്നെയാണ്. ലോകത്ത് ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന ആളല്ല, തള്ളാൻ പറ്റുന്ന ആളുങ്ങളാണ് ഞാൻ പറഞ്ഞിട്ട്. അതന്നെയാണ് നിങ്ങളോടൊന്നും ഒരു കാര്യം പറയാത്തത്. അവസാനം നിങ്ങൾ പറയും തള്ളാണ്. ഉറപ്പില്ലാത്ത ജാതികൾ. ഞാനൊരിക്കൽ ദുബായിൽ നിന്ന് നാട്ടിൽ പോകുമ്പോൾ വിമാനം ഓട്ടം തുടങ്ങി ഒരു 3/4 മണിക്കൂറായപ്പോൾ പൈലറ്റ് വിളിച്ചറിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലകറക്കം. ഇതിനെപ്പറ്റി അറിയുന്നോലെ ആരെയുണ്ട് ഇങ്ങോട്ട് വരിന്ന് പറഞ്ഞ്. എന്നോട് പറയുമ്പോൾ ഒരു മനസ്സം പോയി വെക്കണില്ല. ഞാൻ ചെന്ന് കണ്ട എനിക്ക് നാട്ടിൽ ജീപ്പ് ഓടിച്ച പരിചയമുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് ഞാൻ അങ്ങനെ ഓടിക്കൽ തുടങ്ങി. ആദ്യം ഒരു പേടി, കാരണം ജീപ്പിൻ്റെ സ്റ്റാരിങ് പോലെ അല്ലല്ലോ, ഇത് വലിയ ചൂരക്കൊട്ട പോലുള്ള സ്റ്റാരിങ് ആണ്. അങ്ങനെ പിന്നെ കുറേ ആണ്ട് ക്ലിയർ ആയപ്പോൾ ഞാനൊരു 100-120 ഇങ്ങനെ പിടിച്ച് ആഞ്ഞ് ചവിട്ടി. ആടും കോയൊന്നും മുന്നിക്ക് ആടാനില്ലല്ലോ. കുറേ ആണ്ട് ഓടി ചെന്നപ്പോൾ ഇയാളിനോട് പറഞ്ഞു, ഇപ്പോൾ എവിടെ എത്തിക്കണമെന്ന് എനിക്കറിയാമെന്ന് വെച്ച്. കീപ്പിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ടർഫ് കോർട്ട്, ചപ്പാത്തി കമ്പനി ടർഫ് കോർട്ട്, അതിലിടക്ക് കുൽക്കി സർവത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെ നാട്ടിലെത്താറായിക്കണെന്ന് പറഞ്ഞു. അങ്ങനെ കരിപ്പൂർ കൊടുന്ന് ഇറക്കി. ഈ പണ്ടാറ ഇറക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്, പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ഇയാളിനോട് പറഞ്ഞു 1 മണിക്കൂർ മുന്നപ്പോൾ നമ്മൾ എത്തിക്കണിട്ടാറിന്. പുറത്തിറങ്ങി നോക്കുമ്പോൾ പത്രക്കാരും പോലീസുകാരും എല്ലാവരും കൂടി. അങ്ങനെ ഇയാളിന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കണ്ടാൽ നിടോൻ്റെ കവറും പിടിച്ചു. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 80-85 കാലഘട്ടം. ആ കൊടും കാട്ടിൻ്റെ ഉള്ളിൽ ഞാനും ബീരാവിനുമാണ് പെട്ടു. ചീനി മയും കൂരി ഇട്ടും. പെട്ടെന്ന് കണ്ടക്കണ ഒരു മൊറലിങ്ങനെ. ഞാൻ നോക്കുമ്പോൾ വലിയൊരു പുലി. ഇതാണ് കണ്ടേക്കിന് വീരാവ് പൊന്തൻ്റെ ഉള്ളിൽ മാറി. ഓനിപ്പോൾ എൻ്റെ അത്ര ധൈര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് പൊന്തൻ്റെ ഉള്ളിൽ നിന്ന് പറയാം അടവെടുക്കേന്ന്. ഞാനാണെങ്കിൽ 18 പമ്പരം കുത്തും കഴിഞ്ഞിരിക്കല്ലേ. ചുരുക്കി പറയാ, പുലി ചീറി പാഞ്ഞു വന്ന് എൻ്റെ നേരെ ഒറ്റ ചാട്ടാ. ഞാനാണെങ്കിൽ ആ ഷെയ്ക്കേന്നും പറഞ്ഞിട്ട് പുലിൻ്റെ തൊള്ളിൽ കൂടിയാണ് കച്ചിട്ട് വാലിനാണ് പൊടിച്ച്. ഇടത്തെ കച്ചുകൊണ്ട് താട പൊടിച്ചൊരു തള്ളലും വലത്തെ കച്ചുകൊണ്ട് ആ വാല് പൊടിച്ച് ഇങ്ങോട്ടൊരു വലിയും. പിന്നുണ്ട് പുലി അമ്പലം മറിഞ്ഞിങ്ങനെ നിൽക്കണു. നിങ്ങളോട് പറയാം, പെട്ടിയും കൊടലൊക്കെ പുറത്തും തോലൊക്കെ പുലിൻ്റെ ഉള്ളിലും. ഇങ്ങോട്ട് നിന്നിന്ന പുലി ഉണ്ട്, അങ്ങോട്ട് തിരിഞ്ഞങ്ങനെ നിൽക്കണു. ആർക്കുണ്ട് അപ്പം ഞാൻ വണ്ടി ചെന്ന് നോക്കുമ്പോൾ നമ്മളെ ടീച്ചർ എന്നാൽ കിണറിന് പടവില്ല, അതിക്ക് ചാടിക്കണം കിണറ്റിക്ക്. തുള്ളി വെള്ളമുള്ളൂ, ഒന്നും പറ്റിയില്ല. അങ്ങനെ എടുമാഷ് എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് മൂസൂജ് എന്തേലും പരിഹാരം കാണണം, ആണ്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പഴയ കാലത്തൊരു കഥ വായിച്ചത്. കാക്കച്ചി വെള്ളം കുടിച്ചാൻ വേണ്ടി കുടത്തേക്ക് കല്ലിട്ടൊരു കഥ. ഞാൻ കുട്ടികളോട് പറഞ്ഞു എല്ലാവരും കല്ലെടുത്തോണ്ടിരിക്കുകയാണ്. ടീച്ചറോടെ പറഞ്ഞു കിണറ്റിൻ്റെ സെൻറ്ററിക്ക് നിൽക്കുകയാണ്. ടീച്ചർ കിണറ്റിൻ്റെ സെൻറ്ററിക്ക് നിന്ന് കുട്ടികൾ കൊണ്ടുവരുന്ന കല്ല് ഫുള്ള് ഞാൻ 4 സൈഡിൽ കൂടി ഇട്ടിട്ടിട്ടിട്ട് അപ്പോൾ ടീച്ചർ പൊന്തി വരല്ലോ, വെള്ളം പൊന്തി വരുന്നതിനനുസരിച്ച് അങ്ങനെ ആ ടീച്ചറുണ്ട് കയറി പോന്നു. പിറ്റേന്ന് സ്കൂൾക്ക് പോകുമ്പോൾ നമ്മൾ നബിദിനം കാണാൻ നിൽക്കുന്നവർ റോഡ് സൈഡിൽ ഫുള്ളൂ ആണുങ്ങൾ പെണ്ണുങ്ങളും എന്നെ കാണാം. ടി വിയിൽ പേപ്പറിൽ മൊത്തം അതേമാതിരിയൊന്നല്ലല്ലോ, നല്ല ആരോഗ്യമല്ലേ. വീരാനാണെങ്കിൽ ഒരേ ഒരു നിർബന്ധം ഞാനും ആണെന്ന്. ഓനിൻ്റെ അത്ര ആക്കും മുടുക്കൊന്നുമില്ലല്ലോ. ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ ഓനെ പകുതി പണിയെടുത്താലും മതി. ചുരുക്കി പറയാം, വീരാൻ വെട്ട് തുടങ്ങി. കയറിൻ്റെ തലയിട്ട് ഞാൻ ആ കുണ്ടനാടായാലും നിന്നു. വെട്ടി പൗതിയായപ്പോൾ വീരാൻ പറഞ്ഞു, മൂസാപ്പോ ഒന്ന് വലിച്ചു നോക്കടാറുന്നു. ഞാൻ എൻ്റെ ഊക്കും മുടുക്കും ഒക്കെ കെട്ടുകാണ്ട് ഒരു ഒറ്റ വലിയ വെട്ടിയോടത്തൊന്നല്ല മുറിഞ്ഞത്, തെങ്ങ് പൊയങ്ങിയിട്ടുണ്ട് പോന്നു. ആ നേരത്താണ് മദർസ് വിട്ടുകാണ്ട് കുട്ടികൾ ആ കുണ്ടനാടായി കൂടി ഇങ്ങനെ വരുന്നുണ്ട്. തെങ്ങാണെങ്കിൽ കുട്ടികളെ നേരെയും സുബ്ഹാനല്ലാഹെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ഒറ്റ മണ്ടല ആ കുട്ടികളെ നേരെ വെട്ടി വരുന്ന ആ തെങ്ങിന് ഞാൻ ഈ തോളാണ് വെച്ചു കൊടുത്തു. ഈ തോളത്ത് വന്നിട്ട് 4 അലക്കല തെങ്ങ്. ഇവിടെ അമർന്ന് കടന്നതിന് ശേഷം ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ അടിക്കൂടി പെയ്ക്കോളിയായിരുന്നു. ഇതിന് ശേഷം ഞാനൊരു ഒറ്റ ഇടല തെങ്ങ്. അതൊക്കെ ഒരു കാലം. എന്നോട് പറയാൻ ഒരു 3 കവുങ്ങിൻ്റെ നീളവും ഒരു 4 ബസ്സിൻ്റെ വീതിയുള്ള വലിയൊരു കൊമ്പൻ സ്രാവ്. ആ സ്രാവ് തൊള്ള പൊളിച്ചിങ്ങനെ പോയിക്കാണ്ട് എന്നോട് പറയാൻ, ഈ സായിപ്പന്മാർ വരുന്ന ബോട്ട് ഒരു ഒറ്റ മുണങ്ങല.
ഇത് കണ്ടിക്കണ ഞങ്ങളെ ബോട്ടത്തെ ആൾക്കാരൊക്കെ നെലിം വിളിയും കൂടി. ഈ നെലിം വിളിയും കേട്ടുകാണ്ടാണ് ഞാൻ ഓണേരൻ്റെത്. ഓണം നോക്കുമ്പോൾ എല്ലാവരും കൂടി ഇന്നത്തെ അരിയാണ്, ലാല കരീം എവിടെ, ലാലല്ലാതെ നടക്കൂലെന്ന്. ആ സായിപ്പന്മാരെ പാവങ്ങളെ എങ്ങനെയും കഴിച്ചിലാക്കണമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ആ പൗതി ഉറക്കത്തിൽ ഞാൻ വെള്ളത്തിൽ എടുത്തിട്ട് ഒറ്റ ചാട്ടാ. ഊളിട്ട് പോയിക്കാണ്ട് ഈ സാവിൻ്റെ ബാക്ക് പോയിക്കാണ്ട് മൂട്ടിൽ പൊന്തിയപ്പോൾ വലിയൊരു ബിരിയാണി ചെമ്പിൻ്റെ വലിപ്പമുള്ള ഒരു വലിയൊരു പുക്കിള്. ആ പുക്കിളിന് മാന്തിക്കാണ്ട് ഞാനവിടെ കിക്കിളി പരത്തി. അതിലെടുക്കണ ആ ബോട്ട് ഒരു ഒറ്റ തുപ്പൽ. പിന്നെ അത് ഇംഗ്ലീഷുകാർ വലിച്ചുകൊണ്ടുപോയി ആരൊക്കെ പറഞ്ഞു കേട്ടു ലണ്ടനിലുണ്ട്, അയിമ എഴുതി വെച്ചിക്കണമല്ലോ മലപ്പുറത്തുള്ള ലാലാ കരീം കിക്കിളി പരത്തി തുപ്പിച്ച സാധനങ്ങൾ പലഹാരങ്ങൾ അമ്മായി ഞങ്ങളെ മുന്നിക്ക് കൊടന്ന് നിരത്തിയപ്പോ ഞാൻ പറഞ്ഞു, പൊന്നാരമ്മായിയെ ഇനി കൊണ്ടരലി ഞങ്ങളോട് തിന്നാൻ കഴിയൂല. എന്താ കാരണം? 50 ആൾക്കാർ ഞങ്ങൾ പോയില്ല. ഹംകേക്ക് 49 ആക്കും നോമ്പില്ല. എനിക്ക് ഒരൊറ്റ ആൾക്ക് മാത്രമേ ഉള്ളൂ അന്ന് നോമ്പ്. അനക്ക് നോമ്പോ? അന്നെ കഴിഞ്ഞ റമദാൻ 5-ന് ഞാൻ എവിടെ കണ്ടത് എനിക്കറിയോ? മക്കനെ പറയുമ്പോ വേലായുധന്റെ ചായക്കളി. വലാലെ അവിടുന്ന് മക്കരപ്പറമ്പ് അങ്ങനെ ഒരു വേലായുധന്റെ ചായപ്പീടിയിൽ കണ്ടുകണമെങ്കിൽ തന്നെ അത് പബ്ലിക്കിനോട് പറയാൻ പാടുണ്ടോ ഹംകെ? അതെ, ഞാനവിടെ കണ്ടുകൊള്ളന്നെ. ഇന്നാളത്തിന്റെ ബാക്കി വന്നു. ഏത് നാളെ അമ്പലം മറിച്ച പുലിൻ്റെ കുട്ടിയാണോ പേരക്കുട്ടിയാണോ എന്നാവോ. എന്തായാലും പകയും വെച്ച് ഇന്നൊരു നോട്ടങ്ങനെ. ഞാനാണെങ്കിൽ വിടുവോ, മൽപ്പുറത്തച്ചരാരല്ലേ. ഒരു പുതിയ അടവണ്ടെടുത്തു. ഇതിനെ കണ്ടോടുകൂടി ഞാൻ മുണ്ട് കൈക്ക പിടിച്ചു. മണ്ടാനല്ല കേട്ടോ, പുലി കണ്ടുകൊണ്ട് എൻ്റെ നേരെ മണ്ടിയെന്നൊരു ഒറ്റ ചാട്ടം. ഈ ചാട്ടത്തിൽ ഞാൻ ആ മുണ്ടൊരുതിൻ്റെ തലണ്ട് ചിറ്റിപ്പിടിച്ച് ആ എടായിൻ്റെ ആ ചോരിനും ഈ ചോരിനും 2 അലക്കല. എന്നിട്ട് നിലത്ത് കണ്ടു പുലി കണ്ടക്കണു തല മിന്നിട്ട് കണ്ണൊക്കെതാ ഇങ്ങനെ ഒരു നൃത്തം. ഇങ്ങനത്തെ മൽപ്പുറത്തം കഴിഞ്ഞിട്ടും എൻ്റെ മേത്ത് മുറിയൊന്നുമില്ലായിട്ട് ഇച്ചന്നെ ഒരു കുറച്ചിൽ. ഞാൻ ആ പുലിൻ്റെ കജ്ജെടുത്ത് കണ്ട് അവിടെ ഇവിടെയൊക്കെ മാന്തി എൻ്റെ മേത്ത് തന്നെ. എന്നിട്ട് അതിൻ്റെ പേരടി പിടിച്ച് കണ്ട് ആ ആലിയാജിയാക്കാൻ്റെ തൊടു കണ്ടിട്ട് പെണ്ണിന് പക്ഷേ വേറൊരു തകരാറുണ്ട്. 2-3 കിലോമീറ്റർ ബസ് കയറി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓക്കാനുണ്ടാവും. ഓക്കാനെ? ആ, ഓളെ എളാപ്പാക്ക് കുതിര. എടാ ഓർക്കാനം. ഇംഗ്ലീഷിൽ പറയും ഷർദിൽ. എന്താവും? അല്ല പേര്. എന്ത് പേര്? ഇംഗ്ലീഷിൽ അങ്ങനെ പല പേരുണ്ട്. മനസ്സിലായി? അത് ശരി. അപ്പോ പെണ്ണ് ഒരു 2-3 കിലോമീറ്റർ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോ പെണ്ണിങ്ങനെ കമ്പി പിടിച്ച് കുനിഞ്ഞ് നിൽക്കല്ലേ. പെണ്ണിന്റെ മുൻഭാഗത്ത് പല ആളുകളും സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെണ്ണ് ഒറ്റ ഛർദിച്ചത് പരമാർത്ഥം. പെണ്ണിന്റെ മുന്നിലിരിക്കുന്ന ആളെ തലയിൽ ഒരു തക്കാളിന്റെ കഷ്ണം. ഇങ്ങേപ്പുറത്തെ ആളെ കുപ്പായകീശിലൊട്ടാകെ മത്തിന്റെ തല. ഇങ്ങേപ്പുറത്തെ ആളെ മുതുകും പുറത്താകെ മുരിങ്ങന്റെ തല. ഇങ്ങേപ്പുറത്തെ ആളെ പാന്റില് ചക്കക്കുരുവിന്റെ തോല്. ഇറച്ചിന്റെ മീന്റെ മുള്ള്, തലമുടി നാര്, കരുവേപ്പല്ല തട്ടി, കോയിമുട്ടന്റെ ഓട്, മുളകിന്റെ മുറി. ഞാൻ പറഞ്ഞ മുനിസിപ്പാലിറ്റിക്കാരെ വണ്ടി ഉടനെ തട്ടിയമായി. ബസിന്റെ ഉള്ളിൽ ആകെ ഭയങ്കര